ടെക്കി യുവാവായ അതുൽ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭാര്യയും കുടുംബവും അറസ്റ്റിലായിരിക്കുകയാണ്. അതുലിന്റെ ഭാര്യ നിഖിത, മാതാവ് നിഷ, സഹോദരൻ അനുരാഗ് എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് നിഖിതയും അലഹബാദിൽ നിന്ന് മാതാവും സഹോദരനും അറസ്റ്റിലാവുകയായിരുന്നു. ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ 24 പേജുള്ള ആത്മഹത്യാക്കുറിപ്പായിരുന്നു യുവാവ് എഴുതിയത്. മാത്രമല്ല, ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു. സ്വകാര്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു അതുൽ. ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി 3 കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭർത്താവും അകന്നു കഴിയുകയായിരുന്നു. അതിനുശേഷമാണ് ഭാര്യ വീട്ടുകാർ തന്നെ ദ്രോഹിക്കുന്നുവെന്ന് അതുൽ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. പിന്നീട് ഇതിനെല്ലാം ചിരിച്ചു തള്ളിയ ജഡ്ജിക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തനിക്ക് എതിരായി കേസ് വരികയാണെങ്കിൽ തന്റെ ചിതാഭസ്മം കോടതിക്ക് മുന്നിലുള്ള ഓടയിൽ തള്ളണമെന്നായിരുന്നു അതുൽ പറഞ്ഞത്. അതേസമയം കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനായി 30 ലക്ഷം രൂപ ഭാര്യയുടെ കുടുംബം അതുലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യയ്ക്കും മകനും ചെലവിനായി പ്രതിമാസം 2 ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് മാനസിക പീഡനം അനുഭവിച്ച യുവാവ് ആത്മഹത്യ ചെയ്തത്. ഒരു സ്ത്രീയായിരുന്നെങ്കിൽ മീഡിയാസ് എല്ലാം ഏറ്റെടുക്കുകയും ഇന്ത്യ ഒട്ടാകെ വലിയൊരു പ്രക്ഷോഭത്തിലോട്ട് പോകുമായിരുന്നു. പക്ഷേ ഒരു പുരുഷൻ്റെ മാറ്റർ ആയതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോടതിയിൽ നിന്ന് പോലും അദ്ദേഹം പറയുന്നത്, കോടതി ജഡ്ജ് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ആരും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലുമില്ല. ഈ സ്ത്രീക്ക് മാത്രമല്ല വിഷമം, പുരുഷനുമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും നമ്മുടെ നാട്ടിൽ തയ്യാറാകുന്നില്ല. ഈ മീഡിയാസാണ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് വരേണ്ടത്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ വരാറില്ല. അവർ കൂടുതലും ലേഡീസിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതി. സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ് എന്ന് വെച്ചിട്ട് എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് കരുതാൻ പാടില്ല. സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജുകൾ കൊടുക്കുന്നുണ്ട്. പുരുഷന് ആ പ്രിവിലേജ് ഒന്നും കിട്ടുന്നില്ല. പ്രിവിലേജ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ നിയമങ്ങൾക്കകത്ത് നോക്കിയാൽ കുഴപ്പം, കണ്ടാൽ കുഴപ്പം, തിരിഞ്ഞാൽ കുഴപ്പം, വളഞ്ഞാൽ കുഴപ്പം, നിന്നാൽ കുഴപ്പം. പുരുഷൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരു വിലയില്ലേ. സർക്കാരുകളെല്ലാം സ്ത്രീകളുടെ കൂടെയാണ്. എന്നാൽ പുരുഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആരും, ഇപ്പോൾ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ചാടി വീഴും. മുഖ്യധാരാ മാധ്യമങ്ങൾക്കകത്ത് കേരളത്തിൽ ഞാൻ ആരെയും കണ്ടില്ല ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നു. മറുനാടൻ പോലുള്ള ചാനലുകളെ കണ്ടുള്ളൂ. മറ്റ് ചാനലുകൾ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത്രമാത്രം ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കാൻ ആരും വന്നു. ഒരു സ്ത്രീയുടെ കേസാണ് ഒരാഴ്ച വരെ അങ്ങ് പോവുകയാണ് സംസാരിക്കാൻ. ഇവിടെ ഈ പുരുഷൻ അനുഭവിച്ചിരുന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് സെക്സ് കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ പറയുകയാണ് എന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ അകത്ത് വേറൊരു ചോദ്യം വരില്ല. ഒരു പുരുഷൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് ചിരിക്കും. ആ വീഡിയോ ഇവിടെ പറയാൻ പറ്റില്ല. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാൻ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. ഒരു 34 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ 3 കോടിയാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശമ്പളം എല്ലാം കൂടെ കൂടിയാണ്ട് 80,000 രൂപയാണ് കിട്ടുന്നത്. കൊച്ചിന് 9,000 രൂപ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന പെൺകുട്ടിയുടെ സഹോദരൻ പോലും ജോലി കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ ശുപാർശയിലാണ്. ജോലി മേടിച്ച് കൊടുക്കുക എന്തോ ചെയ്തത്. ഈ വൈഫിൻ്റെ അച്ഛൻ്റെ ഡെത്തോ എന്തോ പറയുന്നുണ്ട്. കൊലപാതകം പോലും അദ്ദേഹത്തിന് തലയിൽ വെച്ചിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയുടെ കേസിൻ്റെ അത്. ഹാർദിക് പാണ്ഡ്യയുടെ കണ്ണായ സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ 75% അമ്മയുടെ പേരിൽ എഴുതി വെച്ച് കോടതി വിധി വന്നപ്പം അദ്ദേഹം ഊരിപ്പോന്നു. കോടതി വെച്ച് കൊടുത്ത പണി ഭയങ്കരമായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക്. ഈ കോടതി പോലും ഡിവോഴ്സ് മാറ്ററിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. സ്ത്രീ ഒന്ന് ചുമ്മാ പോയി ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അത് സ്ഥിരീകരിക്കേണ്ട നമ്മുടെ ഡ്യൂട്ടിയാണ്. ഞാൻ പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ മാന്യനാണ്, എനിക്ക് സ്ത്രീയായിട്ടൊരു ബന്ധവുമില്ല, എനിക്ക് ഇവരെ അറിയത്ത് പോലും ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ലോകമെമ്പാടും അദ്ദേഹം ജീവൻ കൊടുക്കുമ്പം ലോകമെമ്പാടും അറിയിച്ചുകൊണ്ടാണ് വീഡിയോയിൽ വന്നത്. എല്ലാവരും ഒരേ മാനസികാവസ്ഥയല്ല, അത് കോടതിയും മനസ്സിലാക്കേണ്ടതാണ്. ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥ ആയിരിക്കില്ല മറ്റേ പുരുഷൻ്റെ. സ്ത്രീകളെല്ലാം ബലഹീനരും പുരുഷന്മാരെല്ലാം ശക്തരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എല്ലാ പുരുഷന്മാരും മനസ്സുകൊണ്ട് ശക്തരായിരിക്കണമെന്നില്ല. അവർക്കും ഉണ്ട് ബലഹീനതകൾ മനസ്സിൽ. ഈ ചെറുപ്പക്കാരൻ അത്ര മാനസികമായി അത്ര ശക്തനല്ല. ശരീരം കൊണ്ട് നോക്കുമ്പോൾ നല്ല ശക്തനായ മനുഷ്യനായിട്ടിരിക്കുമെങ്കിലും മനസ്സുകൊണ്ട് അത്ര ശക്തനല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും കോടതി തയ്യാറാകുന്നില്ല. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരാളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടെത്തി. എന്നാലുള്ള നമ്മുടെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രയാസമാണോ തീരുമാനം എടുക്കാൻ വേണ്ടി. നമ്മൾ 2024 ജീവിക്കുന്ന എല്ലാവരും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കെല്ലാം ഒറ്റയ്ക്ക് ജീവിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാവുന്നവരാണ്. ഇപ്പോൾ ഒരു ബസ്സിൽ കയറിയാൽ തന്നെ സ്ത്രീകൾക്ക് സീറ്റ്, എവിടെയെങ്കിലും ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
സ്ത്രീകൾക്കാണ് അവിടെ പ്രിവിലേജ് വന്നിരിക്കുന്നത്. വൃദ്ധർ നമുക്ക് മനസ്സിലായാൽ വാർദ്ധക്യം മൂത്തവരാണ്, അന്ധർ, അംഗവൈകല്യമുള്ളവർ, അങ്ങനെ ഒരു കാറ്റഗറി പെടുത്തേണ്ട വ്യക്തികളാണോ സ്ത്രീകൾ? അവർക്കെന്നെ വാർദ്ധക്യമുണ്ടോ? അവർക്കെന്നെ അംഗവൈകല്യമുണ്ടോ? അവർക്കെന്നെ അന്ധതയുണ്ടോ? ഇന്ത്യയിൽ എവിടെയോ, എനിക്ക് ഡൽഹിയാന്ന് തോന്നുന്നു, സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്ത് കൂലി പോലും കൊടുക്കേണ്ടെന്ന് അങ്ങനെ എന്തോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അവസാനം ഈ യുവാക്കളെല്ലാം നാട്ടിൽ നിന്ന്, യുവജനങ്ങൾ, പുരുഷന്മാർ, കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ്, UP. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളല്ലേ, നിന്നാൽ കുഴപ്പം, തിരിഞ്ഞാൽ കുഴപ്പം, നോക്കിയാൽ കുഴപ്പം, നിരപരാധികളായ പുരുഷന്മാരെ കുരുതി കൊടുത്തിട്ടല്ല. അത് കോടതി പരിശോധിക്കേണ്ടതാണ്. നമ്മൾ പുരുഷന്മാരുടെ ആത്മഹത്യ, പ്രത്യേകിച്ചും കല്യാണം കഴിച്ചോടെ ആത്മഹത്യയുടെ എണ്ണം കൂടുതലാണ്. പഠനങ്ങൾ പറയുന്നതാണ്. ഈ 2 മാസം മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ട് പഠനങ്ങൾ. അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു പുരുഷനായതുകൊണ്ട് പുരുഷന്മാർക്ക് പ്രിവിലേജ് കിട്ടണമെന്ന് പറയാൻ വേണ്ടി വന്നല്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. 34 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ വീഡിയോയിൽ കൂടെ തൻ്റെ ജീവനും കൊണ്ടെല്ലാം ഇതിനൊരു മാറ്റം ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.